നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. കൃഷ്ണന് 16,008 ഭാര്യമാരാണ്. എന്താണ് ഇതിലെ യുക്തി? കൃഷ്ണൻ നേരിട്ട് വിവാഹം ചെയ്ത 8 ഭാര്യമാരുടെ പേരുകൾ പുരാണങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ 16,000 പത്നിമാരിൽ ആരുടെയും പേര് ഒരിടത്തും പറയുന്നുമില്ല. കൃഷ്ണൻ പരമാത്മാവിൻ്റെ പ്രതീകമാണ്. 16,000 ഭാര്യമാർ നരകാസുരന്റെ തടവറയാകുന്ന സംസാര ദുരിതത്തിൽ നിന്നും പരമാത്മാവിനോട് ചേരുന്ന ജീവാത്മാക്കളാണ്. മറ്റ് ഭാര്യമാരാകട്ടെ ശ്രീകൃഷ്ണൻ നേടിയെടുത്ത അഷ്ടൈശ്വര്യങ്ങളാണ്. എന്തിന് വിഷ്ണുവിനെ പൂജിക്കണം? സർവവ്യാപിയായ ദേവനാണ് വിഷ്ണു. സൂര്യകിരണങ്ങൾ പോലെ അത് ശക്തിയായും വെളിച്ചമായും പടരുന്നു. ഈ ലോക ജീവിതത്തിൻ്റെ അഥവാ സ്ഥിതിയുടെ കാരകനായതിനാൽ അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ ജീവിതം ഐശ്വര്യപ്രദമാകും. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത ഭുവനേശ്വരി ആഗമവേദ കലാമയ രൂപിണി ആഗമവേദ കലാമയ രൂപിണി ആഗമവേദ കലാമയ രൂപിണി അഖില ചരാചര ജനനി നാരായണി അഖില ചരാചര ജനനി നാരായണി നാഗ കങ്കണ നടരാജ മനോഹരി നാഗ കങ്കണ നടരാജ മനോഹരി ജ്ഞാനവിദ്യേശ്വരി രാജരാജേശ്വരി ജ്ഞാനവിദ്യേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത பலவிதமாவுன்னை ஆடவும் பாடவும் பலவிதமாவுன்னை ஆடவும் பாடவும் பாடிக்கொள்ளாடுவன் பர் பதமல சூடவும் பலவிதமாவுன்னை ஆடவும் பாடவும் பாடிக்கொள்ளாடுவன்பர் பதமலர் சூடவும் உலக முழுதுவோ அகப்புற காணவும் உலக முழுதுவோ அகப்புற காணவும் உலக முழுது அகப்புற காணவும் ஒரு நிலை தருவார் காஞ்சி காமேஸ்வரி ஒரு நிலை தருவார் காஞ்சி காமேஸ்வரி ஒரு
தருவார் காஞ்சி கமேஸ்வரி ஒரு நிலை தருவார் காஞ்சி கமேஸ்வரி ஸ்ரீ சக்கரராஜ சிம்ஹாசனேஸ்வரி ஸ்ரீ லலிதா மிகையே உழன்று திரள்த்த என்னை உத்தமனாக்கி வைத்தாள் உழன்று திரள்த்த என்னை உத்தமனாக்கி வைத்தாள் உயரிய பெரியோருடன் போன்றின பூட்டி வைத்தாள் உயரிய பெரியோருடன் ஊன்றின பூட்டி வைத்தார் நிழலன துடந்த முன்னார் கொடுமறை நீக்கம் செய்தார் நிழலன துடந்த முன்னார் கொடுமறை நீக்கம் செய்தார் நித்ய கல்யாணி பவானி பத்மேஸ்வரி நித்ய கல்யாணி भवानी पद्मेश्वरी श्री चक्रराज सिंहासनेश्वरी श्री ललिता मिगये തുമ്പപ്പുടത്തിലിട്ട തൂയവനാക്കി വയ്ത്താ തുമ്പപ്പുടത്തിലിട്ട തൂയവനാക്കി വയ്ത്താൻ തുമ്പപ്പുടത്തിലിട്ട தூயவனாக்கி வைத்தார் தொடர்ந்தவும் மாயம் நீக்கி பிறந்த பயனை தந்தார் தொடர்ந்தவும் மாயம் நீக்கி பிறந்த பயனை தந்தார் அன்பை புகற்றியுந்தன் ஆடலை காண செய்தார் அன்பை புகற்றியுந்தல் நாடலை காண செய்தார் அடைக்கலம் நீயே அம்மா அடைக்கலம் நீயே அம்மா அடைக்கலம் நீயே அம்மா அகிலாண்டேஸ்வரி அடைக்கலம் நீயே அம்மா அகிலாண்டேஸ்வரி श्री चक्रराज सिंहासनेश्वरी श्री ललिता मिगये भुवनेश्वरी आगम वेद कलामय रूपिणी आगम वेद कलामय रूपिणी अखिल चराचर जननी नारायणी नाग कंकण नडराज मनोहरी ज्ञान विद्येश्वरी राजराजेश्वरी श्री चक्रराज सिंहासनेश्वरी श्री ललिता मिगये ദക്ഷയാഗം നടന്ന സ്ഥലമെന്ന് വിശ്വസിക്കുന്ന കൊട്ടിയൂരിൽ 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകളാണ് ഉള്ളത്. ശിവന്റെ ആരാധന സ്ഥാനമാണിത്. എങ്കിലും വിഷ്ണുവിന്റെ സാന്നിധ്യം ഈ ഉത്സവത്തിലെ ഒരു പ്രധാന ഘടകമാണ്. അതിനാൽ ശിവനാമങ്ങൾ മാത്രമല്ല ഗോവിന്ദനാമവും ഇവിടെ ഉയർന്നു കേൾക്കാം. ഇനി ഇന്നത്തെ കഥയമമ്മയിലേക്ക് പോകാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടിയൂർ തീർത്ഥാടന കാലമാണ് വൈശാഖമാസം. ഇപ്പം ഏത് ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിലും നാമജപത്തിൻ്റെ പ്രാധാന്യം നമ്മൾ എടുത്ത് പറയാറുണ്ട് അല്ലേ? ഏതൊരു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും അവിടെ ഇരിക്കുന്ന മൂർത്തി ആരാണോ ആ മൂർത്തിയെക്കുറിച്ചിട്ടുള്ള ഒരു മന്ത്രം, ഒരു നാമം എപ്പോഴും നാവിലുണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഗുരുവായൂരൊക്കെ നമ്മൾ കാണാറുണ്ട്. ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരൊക്കെ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയായിരിക്കും. ചില ആൾക്കാർ, വളരെ ദുർലഭമായിട്ടുള്ള ആൾക്കാർ, വിഷ്ണു സഹസ്രനാമോ അല്ലെങ്കിൽ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടോ
ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ കലിയുഗ സന്ദർണി മന്ത്രം ഹരേരാമ മന്ത്രം ജപിച്ചുകൊണ്ടോ ഇങ്ങനെ ആ ക്യൂലിരിക്കുന്നത് കാണാം. അത് വളരെ ഉത്തമമായിട്ടൊരു കാര്യമാണ്. ഒരു ഈശ്വരനെ കാണാൻ പോകുമ്പോൾ നാമജപം എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് വളരെ ശ്രേയസ്കരമാണ്. അങ്ങനെ കൊട്ടിയൂർ നമ്മൾ പോകാമെന്ന് വിചാരിക്കുക. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന മൂർത്തി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സാക്ഷാൽ മഹാദേവനും ശ്രീപാർവതിയാണ്. എന്നാൽ അങ്ങനെയുള്ള ഭഗവാനെ കാണാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുക മഹാദേവന്റെ മന്ത്രമായിട്ടുള്ള പഞ്ചാക്ഷരം എന്ന് വെച്ചാൽ നമഃശിവായ എന്നുള്ള മന്ത്രം ഉറക്കെ ചൊല്ലുകയാണ് സാധാരണ രീതിയിൽ വേണ്ടത് എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, ആ സമയത്തൊക്കെ തന്നെ ബാവലിപ്പുഴയുടെ നദിയിലൂടെ നമ്മൾ നടക്കുന്ന സമയത്തും അവിടെ ഭഗവാന്റെ ശിവേലി നടക്കുന്ന സമയത്തും ഈ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ആലിംഗന പുഷ്പാഞ്ജലി കഴിയുന്ന സമയത്തും എല്ലാ ഭക്തരും ഉറക്കെ ജപിക്കുന്ന മന്ത്രം അത് പഞ്ചാക്ഷരമല്ല, മറിച്ച് ഗോവിന്ദ ഹരിഗോവിന്ദ എന്നുള്ള മന്ത്രമാണ് എന്നാണ്. എന്തുകൊണ്ടൊരു ശിവക്ഷേത്രത്തിൽ ആ ഒരു മന്ത്രത്തിൻ്റെ ഉച്ചാരണം കൂടി വരുന്നു എന്നുള്ളത് കൊട്ടിയൂർ പോകുന്ന പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. മഹാദേവനല്ലേ അവിടെ ഇരിക്കുന്നത്, മഹാദേവനെ കുറിക്കുന്ന ശബ്ദം വേണ്ട അവിടെ മുഴക്കാൻ. നമഃശിവായെന്നോ നീലകണ്ഠായെന്നോ ശശിശേഖരായെന്നോ ചന്ദ്രചൂടായെന്നോ ഒക്കെ വിളിക്കാം. പക്ഷെ എന്തിനാണ് ഈ ഗോവിന്ദ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ എന്നുള്ള ഭാവം ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായി മഹാദേവൻ എന്ന് വിളിക്കപ്പെടുന്ന ചൈതന്യവും മഹാവിഷ്ണു എന്ന് വിളിക്കപ്പെടുന്ന ചൈതന്യവും ആത്യന്തികമായിട്ടൊന്ന് തന്നെയാണ്, അതിന് ഭേദഭാവമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആലിംഗന പുഷ്പാഞ്ജലി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, മഹാദേവനെ ആലിംഗനം ചെയ്യുന്ന വിഷ്ണു, ആ ഭാവം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഗോവിന്ദ ഹരിഗോവിന്ദ എന്നുള്ള ഭാവത്തിനും കാണുന്നത്. അതായത് ആ മഹാദേവന്റെ ആ വിരഹദുഃഖം മാറ്റാനായിട്ട് വിഷ്ണു ഭഗവാനെ ആലിംഗനം ചെയ്ത സമയത്ത് ദേവന്മാർ മുഴുവൻ ഗോവിന്ദ ഹരിഗോവിന്ദ എന്നുള്ള നാമം ഉറക്കം മുഴക്കിയെന്നാണ്. അതിൻ്റെ ഒരു ആവർത്തനമാണ് നമ്മൾ ഇന്നും കാണുന്നത്. പക്ഷേ ആ നാമം ജപിക്കുന്നതിലൂടെയും മഹാദേവൻ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ശിവനെയും വിഷ്ണുവിനെയും രണ്ടായിട്ട് കാണുക എന്ന് പറയുന്നത് തന്നെ മഹാപാപമാണ്. തമിഴിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് തമിഴ് സമ്പ്രദായത്തിൽ പറയാറുണ്ട്. അത് ഹരിയും ഹരനും ഒன்று അത് തെരിയാതവൻ വായിലെ മണ്ണ് എന്നാണ്. എന്ന് വെച്ചാൽ ശിവനും വിഷ്ണുവും ഒന്നാണ്, ശിവനെയും വിഷ്ണുവിനെയും രണ്ടായിട്ട് കാണുന്നവൻ, അത് ഒന്നാണ് എന്നറിയാത്തവൻ, അവൻ്റെ വായിൽ മണ്ണാണ് എന്നാണ്. സാധാരണ രീതിയിൽ ജീവൻ പോയി ഒരു കുഴിയിലാവുമ്പോഴാണ് നമ്മുടെയൊക്കെ വായിൽ മണ്ണ് പറ്റുക. എന്ന് വെച്ചാൽ ശിവനെയും വിഷ്ണുവിനെയും രണ്ടായിട്ട് കാണുന്നവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണം എന്നുള്ള മാനസികാവസ്ഥയുള്ളവനാണ് എന്നാണ് തമിഴ് പാരമ്പര്യം പറയുന്നത്. അപ്പം അതുകൊണ്ട് മഹാദേവന്റെ ക്ഷേത്രത്തിൽ നാരായണന്റെ മന്ത്രം മുഴങ്ങി എന്നുള്ളത് കൊണ്ട് യാതൊരു തെറ്റുമില്ല, അത് മഹത്തരമാണ്. അതുകൊണ്ടായിരിക്കാം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവുക, തന്നെ കാണാൻ വരുന്ന തൻ്റെ ആ മണിത്തറയിലേക്ക് എത്തുന്ന അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്ന ഓരോ ഭക്തനും സാധിക്കുന്ന അത്ര ഗോവിന്ദ ഹരിഗോവിന്ദ എന്നുള്ള നാമം മുഴക്കി വേണം ഭഗവാനെ കാണാൻ എന്നുള്ളത്. കാരണം ആ കാണുന്ന ആളുകൾ, ആ കേൾക്കുന്ന ആളുകൾ, അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കട്ടെ, എൻ്റെ പേര് വിളിച്ചാലും നാരായണൻ്റെ പേര് വിളിച്ചാലും അത് ആത്യന്തികമായിട്ട് എന്നിൽ തന്നെയാണ് വന്നു ചേരുക എന്നുള്ള ബോധ്യം ആളുകൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ള മഹാദേവൻ്റെ നിശ്ചയമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ആചരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തു തന്നെ ആയാലും കൊട്ടിയൂർ പോകുന്ന ഓരോ ഭക്തൻ്റെയും ചുണ്ടിൽ ബാവലിപ്പുഴയിൽ കുളി കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു മന്ത്രം മാത്രമേ സദാസമയവും ഹൃദയമിടിപ്പ് പോലെ അവർ കൊണ്ടു നടക്കാറുള്ളൂ. അത് ഗോവിന്ദ ഹരിഗോവിന്ദ എന്നുള്ള മന്ത്രമാണ്. സാധിക്കുന്നത്ര ആ മന്ത്രമൊക്കെ ചൊല്ലി അതിലൂടെ ശിവന്റെയും വിഷ്ണുവിൻ്റെയും പ്രീതി ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. കൊട്ടിയൂരൊക്കെ പോവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, കാലാവസ്ഥാ പ്രശ്നം കൊണ്ടും അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഒക്കെ പോകാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അപ്പം അവർക്കൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ്, എവിടെയാണോ നമ്മളിരിക്കുന്നത് അത് കൊട്ടിയൂരായിട്ട് സങ്കല്പിച്ച് ഗോവിന്ദ ഹരിഗോവിന്ദ എന്നുള്ള നാമം സാധിക്കുന്ന അത്ര ജപിക്കാൻ നമുക്കൊക്കെ ഭഗവാൻ മഹാദേവൻ്റെയും നാരായണൻ്റെയും കൃപ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇന്ന് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ ആറാട്ടാണ്. 10 ദിവസം നീണ്ടുനിന്ന എഴുന്നള്ളത്തും മേളവും കൊണ്ട് സമ്പന്നമായ ഉത്സവം ഇന്ന് അവസാനിക്കുകയാണ്.
ഇനി നമുക്ക് ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോട് പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രം ചാമുണ്ടേശ്വരി പൂജകളാൽ പ്രസിദ്ധമാണ്. പരമേശ്വരിയും ജഗദംബികയുമായ ചാമുണ്ടേശ്വരിയുടെ പദസ്പർശത്താൽ ചൈതന്യവത്തായ ഈ ഭൂമി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ദേവിയുടെ കൃപാകടാക്ഷങ്ങളാൽ പുണ്യമാർന്നതാകുന്നു. പ്രപഞ്ചനാഥനായ ശിവനിൽ നിന്നുള്ള അപരിമേയമായ ഊർജം പ്രപഞ്ച പ്രാണനിൽ നിറയുന്നതുപോലെ തന്നെ പ്രകൃതീശ്വരിയായ പാർവതീദേവിയുടെ വിവിധ ഭാവങ്ങളാണ് ഓരോ ദേവീരൂപങ്ങളും. പാർവതീദേവി തന്നെ മന്ദസ്മിത ശ്രീമുഖിയായ ദുർഗയായി വാത്സല്യ സ്വരൂപമായി ഭക്തന്റെ അകതാരിൽ തെളിയുമ്പോൾ തന്നെ മനുഷ്യമാനസങ്ങളിലെ സങ്കടക്കടലിലേക്ക് കാരുണ്യാമൃതമാകുന്ന ഭദ്രയുമാകുന്നു. അഖിലലോക കലാദേവിയും സങ്കീർത്തനാലാപിനിയും വിദ്യാദേവിയുമായ സരസ്വതിയും ദേവി തന്നെ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും അവതാരമായ ലക്ഷ്മി ദേവി രൂപമായി വിളങ്ങുമ്പോൾ തന്നെ സംഹാരത്തിന്റെ മൂർത്തിയായ കാളി രൂപമായി അവതരിക്കുന്നതും ദേവി തന്നെയാണ്. അങ്ങനെ ആദിപരാശക്തിയുടെ വിവിധ രൂപഭാവങ്ങൾ തന്നെയാണ് ദേവീ സങ്കല്പങ്ങൾ. ആദിപരാശക്തിയുടെ പരമമായ ചൈതന്യം ശ്രീ ചാമുണ്ടേശ്വരി സങ്കല്പത്തിലാണ് പട്ടാരദേശത്ത് കുടികൊള്ളുന്നത്. ഈ ദേശവാസികളുടെ ആത്മാവിൽ നിറയുന്ന സങ്കീർത്തനമാണ് ചാമുണ്ടേശ്വരി. പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പൗർണമി രാത്രിയിൽ പട്ടാരത്ത് ദേശം ഏതോ ദിവ്യശോഭയാൽ നിറഞ്ഞു നിന്നു. വെള്ളിനില രാത്രിയിൽ ആകാശവും മരങ്ങളും ഭൂമിയും അതുവരെ കണ്ടിട്ടില്ലാത്ത പ്രഭാപൂരത്താൽ ധന്യമായി. ദേവീസ്പർശമുള്ള രാത്രികളിലേക്ക് പട്ടാരത്തെ സർവ്വചരാചരങ്ങളും സാക്ഷ്യം വഹിക്കുന്ന ആനന്ദമുഹൂർത്തമായിരുന്നു അത്. വെണ്ണിലാവെട്ടം വീണ പട്ടാരത്ത് കുളത്തിൽ ദേവി നീരാട്ട് നടത്തുമ്പോൾ ആകാശവും ജലവും ഭൂമിയും വായുവുമൊക്കെ ദേവീസ്തുതികൾ പാടി. നീരാട്ടിനു ശേഷം തന്റെ പട്ടുടയാടകളും തളകളും വളകളും തൊട്ടടുത്തുള്ള മരച്ചില്ലകളിൽ വച്ച് ദേവി ഈ പുണ്യഭൂമിയിൽ ഏറെ നേരം വിശ്രമിച്ചിരുന്നുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. പ്രഭാതത്തിൽ ഈ പ്രദേശത്തെ കുടുംബത്തിലെ ഋഷിതുല്യനായ കാരണവർ കുളക്കടവിലെത്തുമ്പോൾ മരച്ചില്ലയിൽ ഹാരം പോലെ തൂക്കിയിട്ടിരിക്കുന്ന ദേവിയുടെ പട്ടുചേലകളും പല വർണ്ണങ്ങളിലുള്ള വളകളും തളകളും കാണാനിടയാവുകയും തുടർന്ന് അന്ന് രാത്രി തന്നെ കാരണവർക്ക് ദേവീ ദർശനം കിട്ടുകയും ചെയ്തു. ദർശനവേളയിൽ ദേവീസ്ഥാനം തിരിച്ചറിയുന്ന കാരണവർ ദേവിയെ സ്തുതിക്കുവാനായി ക്ഷേത്രമുണ്ടാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പട്ടാരത്ത് ദേവീക്ഷേത്രത്തിന് തുടക്കം കുറിക്കുന്നത്. ദേവി പൂമരക്കൊമ്പിൽ പട്ടുചേലകൾ ഹാരം പോലെ ഇട്ടതിനാലാണ് ഈ പ്രദേശത്തിന് പട്ടാരത്ത് എന്ന പേരുണ്ടാകുകയും കാലാന്തരത്തിൽ പട്ടാരത്ത് ചാമുണ്ടേശ്വരി എന്ന പേരിൽ ദേവി അറിയപ്പെടുകയും ചെയ്തു തുടങ്ങിയത്. അതാത് കാലഘട്ടങ്ങളിൽ ത്രിലോകങ്ങളെയും സംരക്ഷിക്കുവാനുള്ള ദുഷ്ടനിഗ്രഹങ്ങൾക്കായി ദേവി ഓരോരോ അവതാര രൂപത്തിലെത്തുകയായിരുന്നുവല്ലോ. ദാരുകാസുര വധത്തിനായി
ശിവനയനത്തിൽ നിന്ന് കാളി സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്നെ ശുംഭനെയും നിശുംഭനെയും വധിക്കുവാനാണ് ദേവി ചാമുണ്ടേശ്വരിയായി ഹിമാലയ സാനുക്കളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരിക്കൽ ശുംഭനും നിശുംഭനുമെന്ന 2 അസുര സഹോദരങ്ങൾ ഇന്ദ്രനെ തോൽപ്പിച്ച് സർവ്വദേവാദിദേവന്മാരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ദേവലോകം അടക്കി വാണിരുന്ന കാലം. ശുംഭ നിശുംഭ അസുരന്മാരുടെ ദ്രോഹങ്ങളാൽ ദുഃഖിതനായ ദേവേന്ദ്രൻ രക്ഷയ്ക്കായി സദാ ദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ സിംഹത്തിന്റെ പുറത്ത് വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചാമുണ്ടേശ്വരി രൂപം ദേവേന്ദ്രന് ദർശിക്കാൻ കഴിയുന്നു. തുടർന്ന് ഹിമാലയ സാനുക്കളിൽ സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന രൂപത്തിൽ സുന്ദരരൂപിണിയായ ദേവി പ്രത്യക്ഷപ്പെടുന്നു. ശുംഭ നിശുംഭന്മാരുടെ സൈന്യം ദേവീരൂപം കണ്ട് പരിഭ്രാന്തരായി അസുര സന്നിധിയിലെത്തുന്നു. സൈന്യം കണ്ട ദേവീരൂപം എത്ര വർണ്ണിച്ചിട്ടും മതി വരുന്നില്ല എന്ന മനസ്സിലാക്കുന്നതോടുകൂടി കൊട്ടാരം നിവാസികൾ ശുംഭ നിശുംഭന്മാരെ ഉപദേശിക്കുന്നു. ഐരാവതമടക്കമുള്ള ലോകത്തെ സവിശേഷ വസ്തുതകളൊക്കെയും ഇപ്പോൾ ശുംഭ നിശുംഭന്മാരുടെ അധീനതയിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഹിമാലയ സാനുക്കളിൽ പ്രത്യക്ഷപ്പെട്ട അതിസവിശേഷതയുള്ള ദേവീരൂപത്തെയും ശുംഭ നിശുംഭന്മാർ സ്വന്തമാക്കുന്നത് നന്നായിരിക്കുമെന്നായിരുന്നു ഭൃത്യന്മാരുടെ ഉപദേശം. ഉപദേശം കൈക്കൊണ്ട ശുംഭ നിശുംഭന്മാർ ഹിമാലയ സാനുക്കളിലേക്ക് ദേവിയെ വിളിക്കാനായി ഭൃത്യന്മാരെ വിടുന്നു. തന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവരാരാണോ അവർക്ക് താൻ സ്വന്തമായിരിക്കും. അങ്ങനെ ഒരു ശപഥം താൻ ചെയ്തിട്ടുണ്ടെന്ന് ദേവി ഭൃത്യന്മാരെ അറിയിക്കുന്നു. തുടർന്ന് യുദ്ധത്തിനായി ശുംഭ നിശുംഭന്മാർ തങ്ങളുടെ സൈന്യാധിപന്മാരെ ദേവിക്ക് മുന്നിലേക്ക് വിടുന്നു. ദേവി അവരെ നിഷ്പ്രയാസം വധിക്കുന്നു. അതിശക്തന്മാരായ സൈന്യാധിപന്മാരായ ചണ്ടമുണ്ടന്മാരെയും ദേവി യുദ്ധത്തിൽ വധിക്കുന്നതോടുകൂടി ശുംഭ നിശുംഭന്മാർ നേരിട്ട് യുദ്ധത്തിനായി ദേവിക്ക് മുന്നിൽ എത്തേണ്ടി വരുന്നു. ശക്തരായ ചണ്ടമുണ്ടാസുരന്മാരെ വധിച്ചതുകൊണ്ടാണ് ദേവിക്ക് ചാമുണ്ടേശ്വരി എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. ചണ്ടമുണ്ട വധത്തോടുകൂടി നിശുംഭനാണ് ദേവിക്ക് മുന്നിലെത്തുന്നത്. യുദ്ധാനന്തരം നിശുംഭനെയും വധിക്കുന്ന ദേവി ഹിമാലയ സാനുക്കളെ നടുക്കുമാറ് ആർത്തട്ടഹസിച്ചു നിൽക്കുമ്പോൾ ഒടുവിൽ ഘോരയുദ്ധത്തിനായി ശുംഭനും ദേവിക്ക് മുന്നിൽ എത്തുന്നു. മായാവിയും തന്ത്രശാലിയുമായ ശുംഭനുമായുള്ള യുദ്ധത്തിൽ 3 ലോകങ്ങളും കിടുങ്ങി വിറച്ചു. ശുംഭൻ ദേവിക്ക് മുന്നിൽ പല രൂപങ്ങളിലും ഭാവങ്ങളിലും യുദ്ധം ചെയ്ത് തളരുമ്പോൾ ശുംഭാസുരനെ വധിച്ച് ദേവി വിജയശ്രീലാളിതയാകുന്നു. ദേവി തന്റെ വിശ്വരൂപം കാട്ടി പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ ദേവന്മാർ ദേവിക്കായി നാരായണീ സ്തുതി പാടുന്നു. കാലാകാലങ്ങളിൽ പുനരുദ്ധാരണം നടത്തുന്ന പട്ടാരത്ത് ക്ഷേത്രം ഈ കാലഘട്ടത്തിന്റെ പുതിയ രൂപത്തിലാണ് നിലനിൽക്കുന്നതെങ്കിലും നാലമ്പലത്തിനുള്ളിലെ പല കാഴ്ചകളും അതിപുരാതന കാലത്തെ നിർമ്മാണ ശൈലികൾ പിന്തുടരുന്നത് തന്നെയാണ്. നാലമ്പലത്തിനുള്ളിൽ ഗണപതി തുടങ്ങിയ ഉപദൈവങ്ങൾക്ക് പുറമെ നാലമ്പലത്തിന് വെളിയിലായി മറുത, മുനീശ്വരൻ, ഗന്ധർവൻ, ഹനുമാൻ തുടങ്ങിയ നിരവധി ഉപദൈവങ്ങൾ വസിക്കുന്നുവെന്നാണ് പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഉപദൈവങ്ങളിൽ ഒന്നായി കരിങ്കാളിയെയും ആരാധിച്ച് കാളി പൂജകളും നടത്തിവരുന്നു. പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ആദിപരാശക്തിയുടെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് ഓരോ സ്ത്രീയും സ്ത്രീയെന്ന സങ്കല്പം പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയ്ക്കും അനാദിയായ കാലത്തിന്റെ നിലനിൽപ്പിനും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിയുന്നത്. ഈ തിരിച്ചറിവ് ദേവീ മന്ത്രങ്ങളാൽ സ്വന്തം ആത്മാവിനെ പ്രഭാപൂരിതമാക്കി കർമ്മപാതകളിൽ ആനന്ദം നിറച്ച് ശക്തിയുടെ ആത്മതാളം അറിഞ്ഞു ജീവിക്കുവാൻ ഓരോ സ്ത്രീയെയും പ്രേരിപ്പിക്കുന്നുവെന്നതാണ് സൗന്ദര്യലഹരിയുടെ മഹത്വം. പ്രദോഷത്തിന്റെ സുന്ദരയാമങ്ങൾ തുടങ്ങുമ്പോൾ ക്ഷേത്രമുറ്റത്തെ വിളക്കുകളിൽ ദേവീ പ്രകാശം നിറയുകയായി.
ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് ഭൂമിയെ നയിച്ച ആദിപരാശക്തിയായ ജഗദംബികയ്ക്ക് മുന്നിൽ കൊളുത്തുന്ന ഓരോ വിളക്കുകളും ആത്മാവിൽ പ്രതിഷ്ഠിച്ച ദേവീ രൂപത്തിനു മുന്നിൽ തന്നെയാണ് തെളിയുന്നത്. ഉള്ളിൽ തെളിയുന്ന കെടാവിളക്കിന്റെ പ്രകാശധാരയിൽ ദേവി തെളിഞ്ഞു നിൽക്കുമ്പോൾ ശ്രീകോവിലിന് മുന്നിൽ ദീപാരാധനയായി. ദേവി ജഗദീശ്വരി, ഞങ്ങളിലെ ആത്മതാളം നീ തന്നെയാവുന്നു. ത്രിമൂർത്തികളും നമിക്കുന്ന മഹാത്രിപുരസുന്ദരി നീ തന്നെയാണ് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യവും. ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി ദേവിയെ തൊഴുതു നിൽക്കുന്ന ഓരോ ഭക്തമനസ്സിലും ദേവി ദുർഗയാവുന്നു, ഭദ്രയാവുന്നു, ലക്ഷ്മിയാവുന്നു, സരസ്വതിയാവുന്നു, കാളിയാവുന്നു, പട്ടാരത്ത് ചാമുണ്ടേശ്വരിയാകുന്നു. ക്ഷേത്രപൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ഓരോ ഭക്തമനസ്സിലും ഇനി വെള്ളിനിലാവിൽ പട്ടാരത്ത് ദേശത്ത് നീരാട്ടിനെത്തുന്ന ദേവീ സ്പർശമുള്ള വെള്ളിനില രാത്രികളാണ്. ഒറ്റയ്ക്ക് വേദിയിൽ അവതരിപ്പിക്കുന്ന കലാപരിപാടിയിൽ ചെറിയൊരു തെറ്റ് വന്നാൽ ചിലപ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയേക്കാം. എന്നാൽ സമൂഹമായി നടത്തുന്ന അവതരണങ്ങളിൽ ഒരാൾക്ക് പറ്റുന്ന തെറ്റ് വേഗം ശ്രദ്ധിക്കപ്പെടും. ഒരു പക്ഷേ ആ തെറ്റ് മറ്റുള്ളവരെ തെറ്റിക്കുകയും ചെയ്യും. നാം സമൂഹ ജീവിയാണ്. നമ്മുടെ തെറ്റുകൾ നമ്മെയും സമൂഹത്തെയും ബാധിക്കും. അതിനാൽ കരുതലോടെ ജീവിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.